പ്രിയങ്കുകലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേതം തം ബുധം പ്രണമാമ്യഹം. ഞാനിവിടെ ബുധനെ നമസ്കരിക്കും. ശ്ലോകത്തിൻ്റെ അന്തസ്സാരം ശ്ലോകം അതാണ്, ആശയം. ബാക്കി ബുധൻ്റെ വിശേഷണങ്ങളാണ്. പ്രിയമുള്ള പ്രേക്ഷകരെ, ബുധൻ ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. 2026 മെയ് 15 കാലത്ത് 12:30 ബുധൻ ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു. നാം പ്രത്യേകിച്ച് ഓരോ ഗ്രഹങ്ങളെയും ചാരവശാലുള്ള മാറ്റങ്ങൾ പറയാറുണ്ട്. കാരണം ചാരവശാൽ ഓരോ ഗ്രഹത്തിനും ഓരോ ധർമ്മമുണ്ട്. വചനം ജ്ഞാനം ഇന്തോസ്തനുജഹ, ഇന്തോഹോ തനുജഹ. ചന്ദ്രപുത്രനായ ബുധൻ വചനം വാക്കാണ്, ജ്ഞാനം അറിവാണ്. അതിന് പുറമെ ലോകത്തിലെ എല്ലാ മേഖലകളും പെട്ടെന്ന് ഫലം കിട്ടുന്ന, പെട്ടെന്ന് ഫലം തരുന്ന ഗ്രഹമാണ് ബുധൻ. ഏത് ഗ്രഹങ്ങൾക്കും ഓരോ സമയത്ത് ഫലമാണ്. പക്ഷെ ബുധനെ കൊണ്ട് പറയുമ്പോൾ ബുധ ഫലദസ്തു സർവദാ, ഏത് സമയത്തും ബുധൻ ഫലം ചെയ്യും. പലപ്പോഴും സൂര്യനോടുകൂടെ ബുധൻ നിൽക്കുന്നു, അത് നിപുണയോഗമാണ്. അവിടെയൊക്കെ ബുധന് പെട്ടെന്ന് മൗഢ്യം കൊടുക്കും. എങ്കിലും ഏകരാശിയിൽ സൂര്യൻ ബുധന് നിൽക്കുകയാണെങ്കിൽ ആ മൗഢ്യത്തിന് വളരെ പ്രസക്തിയില്ല. 2 രാശികളായി ബുധൻ മൗഢ്യത്തോടുകൂടെ നിൽക്കുമ്പോൾ അതിന് പ്രസക്തിയുണ്ട്, ബുദ്ധിമുട്ടുണ്ടാകും. പലപ്പോഴും പറയാറുണ്ട്, മറഞ്ഞ ബുധൻ നിറഞ്ഞ വിദ്യയെ പ്രദാനം ചെയ്യുമെന്ന്. ലോകത്തിലെ എല്ലാവിധ ഗാംബ്ലിംഗ് പ്ലാനറ്റുമാണ് ബുധൻ. ലോട്ടറിയായിട്ട് ബന്ധപ്പെടുന്ന വ്യാപാരങ്ങളായാലും, പ്രിൻറ്റിംഗ് ടെക്നോളജി ആയാലും, ഇന്നത്തെ AI ടെക്നോളജി ആയാലും, ഈവൻ ജ്യോതിഷവുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലായാലും ബുധൻ നല്ല സ്ഥാനത്താണെങ്കിൽ നല്ല ബുദ്ധി, നല്ല വിഷയത്തിലുള്ള അവഗാഹം ബുധനുണ്ടാക്കും. പാണ്ഡിത്യം, സുവചനം, കലാസു നിപുണതാം, അറിവ്, കലകളിലുള്ള താല്പര്യം, ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ ബുധൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ കൂടുതലാണ്. ആ ബുധൻ വ്യാഴത്തോടുകൂടി വന്നാൽ അയാൾ സംഗീതവും നൃത്തവും ഇഷ്ടപ്പെടും. ആ ബുധൻ ശുക്രനോടുകൂടി വന്നാൽ അയാൾ വലിയ അറിവും പണ്ഡിതനും ലീഡർഷിപ്പും ഉണ്ടാക്കും. ആ ബുധൻ ചൊവ്വയോടുകൂടി വന്നാൽ വലിയ വ്യാപാരിയാകും. ആ ബുധൻ ശനിയോടുകൂടി വന്നാൽ അയാൾ നിഗൂഢശാസ്ത്രങ്ങളിൽ വലിയ ജ്ഞാനമുണ്ടാക്കും. ഇപ്രകാരം ബുധൻ ഓരോ ഗ്രഹത്തിനോടുകൂടെ നിൽക്കുമ്പോഴും നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നു. ഏതായാലും ബുധൻ്റെ രാശിവശാലുള്ള മെയ് 15 മുതലുള്ള 15 ദിവസത്തേക്കുള്ള മാറ്റമാണ്. മെയ് 31 ബുധൻ തിരിച്ച് മിഥുനത്തിലേക്ക് പോകും, സ്വന്തം ക്ഷേത്രത്തിലേക്ക് പോകും. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക, ഓരോ രാശിക്കാർക്കും ഈ ബുധൻ എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം. മകംപൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ ബുധൻ നിൽക്കുന്നത് നല്ല ഭാവത്തിലാണ്, 10ാം ഭാവത്തിലാണ്. ചിങ്ങൻ രാശിയുടെ 2 ഭാവാധിപത്യമാണ് ബുധനുള്ളത്. ഒന്ന് അവരുടെ ലാഭം, സർവാഭീഷ്ടാഗമ, അവരാഗ്രഹിക്കുന്നതൊക്കെ നേടുന്ന ഭാവം. തൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാർ, തൻ്റെ മക്കളുടെ മക്കൾ. അപ്രകാരം തന്നെ ബുധൻ 2ാം ഭാവാധിപനാണ്. തൻ്റെ വാക്ക്, കുടുംബം, തൻ്റെ ധനം. ഇവിടെ ബുധൻ നിൽക്കുന്നത് അതിശക്തമായി 10ാം ഭാവത്തിലാണ്, ശുക്രക്ഷേത്രത്തിലാണ്. ആ ബുധൻ നല്ല ഫലത്തെ ചെയ്യും. സധനഹ ധനേന സഹ വർത്തതേ ഇതി സധനഹ, ധനത്തോട് കൂടിയിരിക്കുന്ന വ്യക്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബുധൻ 10ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ. ആ ബുധൻ തന്നെ മിതം സംവദേത് നോമിതം സംലഭ്യത പ്രസാദേതരാപാത് സൗരാജ്യവൃത്തി ബുധേ കർമ്മകോ പൂജനീയോ വിശേഷാൽ പിതുസമ്പദോ നീതിദണ്ഡാധികാരാത്. പിതാവിൻ്റെ സമ്പത്ത് കിട്ടും, പൂർവികമായ സ്വത്ത് കിട്ടും. കാരണം ബുധൻ നോക്കുന്നത് 4ാം ഭാവത്തിലേക്കാണ്. അച്ഛൻ്റെയോ അമ്മയുടെയോ സമ്പത്തുകൾ ലഭിക്കും, പ്രത്യേകിച്ച് അച്ഛൻ്റെ സ്വത്ത് ലഭിക്കും. പലപ്പോഴും അതിൻ്റെ പേരിൽ രജിസ്ട്രേഷൻ, പ്രമാണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചർച്ച, ആധാരം എഴുതുന്നവർക്ക് ധാരാളം വർക്കുകൾ കിട്ടുക. ഇപ്രകാരം ധാരാളം അനുഭവങ്ങൾ ഈ ബുധൻ പ്രദാനം ചെയ്യുന്നതാണ്. ഏതായാലും വളരെ അനുകൂലമാണ് ചിങ്ങൻ രാശിക്കാർക്ക് ബുധൻ എന്നറിയുക. ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പാനകം, തുളസിമല, ഭാഗ്യസൂക്താർച്ചന വഴിപാടായി ചെയ്യുക. എല്ലാം വളരെ നന്മകളാവട്ടെ ചിങ്ങൻ രാശിക്കാർക്ക്. നന്ദി, നമസ്തേ.